ഇപ്പോൾ പ്രയോറിറ്റിയിലെ പ്രോബ്ലം ആണ്. ഇപ്പം മാരേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികൾ വരുമല്ലോ. അപ്പം കുട്ടികൾ വരുമ്പം ഹസ്ബൻഡും വൈഫും എന്ത് ചെയ്യും? അതുവരെ കുട്ടി വരുന്നവരെ ഫസ്റ്റ് പ്രയോറിറ്റി ഹസ്ബൻഡിനായിരിക്കും, വൈഫിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഹസ്ബൻഡിനായിരിക്കും, ഹസ്ബൻഡ് ഫസ്റ്റ് പ്രയോറിറ്റി വൈഫിനായിരിക്കും. കുട്ടി വരുന്നവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി നേരെ കുട്ടിക്ക് പോവാണ്. മനസ്സിലായി? അതൊരിക്കലും ഹെൽപ്ഫുൾ അല്ല. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഒരിക്കലും ഈ കുട്ടിയെ വിട്ടു പോകുന്നേ ഇല്ല. അവർ കല്യാണം കഴിഞ്ഞ് പോയാൽ പോലും ആ കുട്ടിയെ തന്നെയാണ് ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ഇവരുടെ ഹസ്ബൻഡ്. കാരണം ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അപ്പോഴും ഡിസ്ഫങ്ഷണൽ ആണ്. യഥാർത്ഥത്തിൽ ആ ഫസ്റ്റ് പ്രയോറിറ്റി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി കല്യാണം കഴിച്ച് പോയാലും നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. കുട്ടികൾ വരുന്നു, നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചെയ്തിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു ഫുള്ളി ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള അഡൽട്ട് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടൊക്കെ ചെയ്ത് നമ്മൾ കൊണ്ടുവരാൻ അവരുടെ ലൈഫ് നോക്കി മുന്നോട്ട് പോകാൻ.